BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. രാഹുൽ ഗാന്ധിക്കെതിരായ BJP നേതാവിന്റെ ഭീഷണി അടിയന്തര പ്രമേയമായി സഭയിൽ അവതരിപ്പിച്ച പ്രതിപക്ഷം. നോട്ടീസ് തള്ളി സ്പീക്കർ. രാഹുൽ ഗാന്ധിക്കെതിരായ BJP നേതാവിന്റെ ഭീഷണിയിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളി. പ്രമേയം ചർച്ചയ്ക്കെടുക്കാത്തതിൽ പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും വ്യാപക പ്രതിഷേധം ഉയർത്തി. നടുത്തളത്തിൽ ബാനറുമായി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ടി സിദ്ദിഖ് MLA സ്പീക്കറുടെ ഡയസിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. സ്പീക്കർ നീതി പാലിക്കുക എന്ന ബാനർ ഉയർത്തിയായിരുന്നു നടുത്തളത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. BJP വക്താവ് പ്രിന്റു മഹാദേവ് ചാനൽ ചർച്ചയ്ക്കിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി നടത്തിയെന്നും അത് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു അടിയന്തര നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ ചാനൽ ചർച്ചയിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് സഭയിൽ ചർച്ച ചെയ്യേണ്ടതല്ലെന്നും ഇതിന് അടിയന്തര പ്രാധാന്യമില്ലെന്നും സ്പീക്കർ നിലപാടെടുക്കുകയായിരുന്നു. പ്രിന്റു മഹാദേവിനെ അറസ്റ്റ് ചെയ്യാത്തത് BJPയെ ഭയന്നാണെന്നും ഇന്നലെയാണ് പേരിന് FIR ഇട്ടതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. സർക്കാർ ചെറുവിരൽ അനക്കുന്നില്ലെന്നും BJPയുമായി ബന്ധമാണ് ഇതിന് കാരണമെന്നും VD സതീശൻ പറഞ്ഞു. BJP വക്താവിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാത്ത സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു അടിയന്തര പ്രമേയം. കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭത്തിലാണെന്നും UDF സമരം ഏറ്റെടുക്കുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. ഇന്നലെയും മിനിഞ്ഞാന്നും സംസ്ഥാനത്തുടനീളം പ്രതിഷേധം നടന്നു. ഇന്നലെയും നിയമസഭയിൽ ഇക്കാര്യം ഉയർത്തിയിരുന്നുവെന്ന് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വിവാദ ആൾദൈവം സ്വാമി ചൈതന്യാനന്ദ സരസ്വതി കുടുങ്ങും. ഫോണിൽ നിന്നും വീഡിയോകളും അശ്ലീല സന്ദേശങ്ങൾ അയച്ച ചാറ്റുകളും കണ്ടെത്തി. ഡൽഹിയിൽ പീഡനശ്രമ കേസിൽ അറസ്റ്റിലായ സ്വാമി ചൈതന്യാനന്ദ സരസ്വതി ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ്. പ്രതിയുടെ മൊബൈലിൽ നിന്നും ഹോസ്റ്റലിലെ CCTV ദൃശ്യങ്ങളും പെൺകുട്ടികളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ സ്ക്രീൻഷോട്ടുകളും അശ്ലീല സന്ദേശങ്ങൾ അയച്ച ചാറ്റുകളും പോലീസ് കണ്ടെത്തി. കേസിലെ പ്രധാന തെളിവാണ് ചൈതന്യാനന്ദയുടെ മൊബൈൽ ഫോണുകൾ. ഇവയിൽ ഒന്നിൽ നിന്നാണ് പോലീസ് നിർണായക തെളിവുകൾ വീണ്ടെടുത്തത്. ലൈംഗിക ഉദ്ദേശത്തോടെ സ്ത്രീകൾക്ക് അയച്ച മെസ്സേജുകളാണ് ഏറെയും. വിമാനത്തിലെ വനിതാ ക്യാബിൻ ക്രൂവിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പെൺകുട്ടികളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ പിക്കുകളും സ്ക്രീൻഷോട്ടുകളും ഫോണിലുണ്ടായിരുന്നു. ചൈതന്യാനന്ദയ്ക്ക് ഒത്താശ ചെയ്ത സ്ഥാപനത്തിലെ 2 വനിതാ ജീവനക്കാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിടികൂടിയ മറ്റ് ഫോണുകളുടെയും ഐപാഡിന്റെയും പാസ്വേഡ് മറന്നുപോയെന്നാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അതിനിടെ ചൈതന്യാനന്ദയ്ക്കെതിരെ പരാതി നൽകിയ പെൺകുട്ടികളിൽ ഒരാളുടെ മാതാപിതാക്കളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ സഹായിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഉത്തരാഖണ്ഡിലെ ബാഗേശ്വർ സ്വദേശി ഹരിസിംഗ് കോപ്പോദിയാണ് പിടിയിലായത്. ചൈതന്യാനന്ദയുടെ നിർദ്ദേശമനുസരിച്ചാണ് താൻ കുട്ടിയുടെ രക്ഷിതാക്കളെ ഭീഷണിപ്പെടുത്തിയത് എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. അറസ്റ്റിൽ നിന്നും രക്ഷപ്പെടുവാൻ ചൈതന്യാനന്ദ വൃന്ദാവൻ, മധുര, ആഗ്ര തുടങ്ങിയ സ്ഥലങ്ങളിലായി 15 ഹോട്ടലുകളിൽ മാറി മാറി താമസിച്ചിരുന്നു. CCTV ക്യാമറകളില്ലാത്ത ചിലവ് കുറഞ്ഞ ലോഡ്ജുകളിലാണ് താമസിച്ചിരുന്നത്. ചൈതന്യാനന്ദയെ തെളിവെടുപ്പിനായി ഇന്നലെ വസന്ത് കുഞ്ചിലെ സ്ഥാപനത്തിൽ എത്തിച്ചിരുന്നു. പെൺകുട്ടികളുടെ പരാതിയിൽ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ താഴത്തെ നിലയിലുള്ള ചൈതന്യാനന്ദയുടെ മുറിയിലും തെളിവെടുപ്പ് നടത്തി. പെൺകുട്ടികളുടെ ശുചിമുറികളുടെ മുൻപിൽ CCTV ക്യാമറ വച്ചു എന്നതടക്കമുള്ള ഒട്ടുമിക്ക ആരോപണങ്ങളും പോലീസ് ശരിവച്ചു. ഇയാളുടെ മുറിയിൽ നിന്നും ട്രംപുമൊത്തും ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുമൊത്തും നിൽക്കുന്ന ചിത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇത് AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പോലീസ് അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി അടുപ്പമുണ്ടെന്ന് ഇയാളുടെ കൂട്ടാളികൾ പ്രചരിപ്പിച്ചതും നുണയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ്. സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സജീവമാകുവാൻ MLAമാർക്ക് നിർദ്ദേശം നൽകി കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് കടന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ MLAമാർക്ക് നിർദ്ദേശം നൽകി. സമൂഹമാധ്യമങ്ങളിലൂടെ ഇടപെടൽ നടത്തി മേൽക്കൈ നേടണമെന്നും നിർദ്ദേശം. സിറ്റിംഗ് സീറ്റുകളിൽ ഒന്നുപോലും നഷ്ടപ്പെടരുത് എന്നാണ് കോൺഗ്രസ് MLAമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിനായി മണ്ഡലത്തിൽ നടപ്പിലാക്കിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ പരമാവധി പ്രചാരണം നൽകണം. സമൂഹമാധ്യമങ്ങളെ ഇതിനായി ഉപയോഗപ്പെടുത്തണം. സമൂഹമാധ്യമങ്ങളിൽ ഇടപെടലിലൂടെ ചെറുപ്പക്കാരെ ആകർഷിക്കുവാൻ കഴിയുമെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം MLAമാർക്ക് നൽകിയത്. സമൂഹമാധ്യമങ്ങളെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കണം എന്നതിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവിന്റെ ടീമിന്റെ സഹായം ലഭ്യമാക്കും. കനഗോലു ടീം കേരളത്തിൽ കേന്ദ്രീകരിച്ച് പഠനം തുടരുകയാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന കോൺഗ്രസിന് ഇപ്പോഴും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ തലവേദനയാണ്. KPCC DCC പുനഃസംഘടന അനന്തമായി നീളുന്നതും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ
തിരഞ്ഞെടുക്കുവാൻ കഴിയാത്തതും സംഘടനാ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. KJ ഷൈൻ നൽകിയ അപകീർത്തി കേസ് പോലീസിന് വിവരങ്ങൾ കൈമാറി മെറ്റ. CPIM നേതാവ് KJ ഷൈൻ നൽകിയ അപകീർത്തി കേസിൽ പോലീസിന് വിവരങ്ങൾ കൈമാറി മെറ്റ. 5 ലിങ്കുകളുടെ വിവരങ്ങളാണ് കൈമാറിയത്. നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നുവെന്ന് പോലീസ് അറിയിച്ചു. KJ ഷൈൻ നൽകിയ സൈബർ അധിക്ഷേപ പരാതിയുമായി ബന്ധപ്പെട്ട 13 ലിങ്കുകളാണ് പോലീസ് മെറ്റയ്ക്ക് കൈമാറിയത്. ഇതിൽ 5 ലിങ്കുകളുടെ വിവരങ്ങൾ മെറ്റ അന്വേഷണ സംഘത്തിന് നൽകി. മെറ്റ നൽകിയ വിവരങ്ങൾ പരിശോധിച്ച് കൂടുതൽ പേരെ ചോദ്യം ചെയ്ത് പ്രതി ചേർക്കുവാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 2ാം പ്രതി KM ഷാജഹാൻ, 3ാം പ്രതി യാസിർ എന്നിവരുടെ കേസുമായി ബന്ധപ്പെട്ട ലിങ്കുകളുടെ വിവരങ്ങൾ മെറ്റയിൽ നിന്നും പോലീസിന് ലഭിക്കുവാനുണ്ട്. വിവരങ്ങൾ ലഭിച്ചതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ച് യാസിറിന് അന്വേഷണ സംഘം വീണ്ടും നോട്ടീസ് നൽകി. കേസിൽ 1ാം പ്രതി ഗോപാലകൃഷ്ണൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ റിപ്പോർട്ട് അവധിക്ക് ശേഷം കോടതി പരിഗണിക്കും. കൊല്ലത്ത് കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പിതാവും മകനും പിടിയിൽ. കൊല്ലത്ത് കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പിതാവും മകനും പിടിയിൽ. നെടുമങ്ങാട് സ്വദേശികളായ അയ്യൂബ് ഖാനും മകൻ സെയ്തലവിയുമാണ് വയനാട് മേപ്പാടിയിൽ നിന്നും പോലീസിന്റെ പിടിയിലായത്. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ അയ്യൂബ് ഖാനും സെയ്തലവിയും സുൽത്താൻ ബത്തേരിയിൽ നിന്നുമാണ് നേരത്തെ പോലീസിന്റെ പിടിയിലായത്. പ്രതികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകവെ കോട്ടുകൽ ഭാഗത്ത് വെച്ച് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് പറയുകയും വിലങ്ങഴിച്ചതോടെ ഇരുവരും രക്ഷപ്പെടുകയുമായിരുന്നു. വനമേഖലയിലടക്കം ഡ്രോൺ ഉപയോഗിച്ച് പോലീസ് വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതികളെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. CCTV കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി. ഇതിനിടെ പ്രദേശവാസിയായ പഞ്ചായത്ത് അംഗം പ്രതികളെ കണ്ടതായി പോലീസിനോട് പറഞ്ഞിരുന്നു. CCTV ദൃശ്യങ്ങളിൽ കണ്ടത് പ്രതികളല്ലെന്നായിരുന്നു പോലീസിന്റെ നിലപാട്. ഒടുവിൽ കൊട്ടാരക്കര ഷാഡോ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിലാണ് ഇരുവരും മേപ്പാടി ചുങ്കത്തറയിലെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതായി അറിഞ്ഞത്. ഇന്ന് പുലർച്ചെയോടെ മേപ്പാടി പോലീസ് എത്തി പ്രതികളെ പിടികൂടി. MC റോഡ് വഴിയാണ് വയനാട്ടിലേക്ക് കടന്നതെന്നാണ് വിവരം. വിലങ്ങഴിച്ചു മാറ്റുവാനും രക്ഷപ്പെടുവാനും പ്രതികൾക്ക് മൂന്നാമതൊരാളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുകയാണ്. ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങുവാൻ പാലോട് പോലീസ് മേപ്പാടിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസ് ക്ലിയറൻസ് നൽകണം, ഉത്തരവിട്ട് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ട്രൈബ്യൂണൽ. DGP യോഗേഷ് ഗുപ്തയ്ക്കെതിരായ നീക്കങ്ങളിൽ സർക്കാരിന് തിരിച്ചടി. യോഗേഷ് ഗുപ്തയുടെ കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള വിജിലൻസ് ക്ലിയറൻസ് നൽകണമെന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. 5 പ്രവൃത്തി ദിവസത്തിനകം ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന് നൽകണം എന്നാണ് ഉത്തരവ്. കേന്ദ്രത്തിൽ നിയമനം ലഭിക്കുന്നതിന് സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട വിജിലൻസ് ക്ലിയറൻസ് വൈകുന്നതിനെതിരെയാണ് യോഗേഷ് ഗുപ്ത കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. യോഗേഷ് ഗുപ്തയുടെ ഹർജിയിൽ ഇരുവിഭാഗത്തെയും വിശദമായി കേട്ട ശേഷമാണ് സർക്കാരിനെതിരായ ട്രൈബ്യൂണൽ തീരുമാനം. കേന്ദ്ര നിയമനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും 5 ദിവസത്തിനകം അയക്കണം എന്നാണ് ട്രൈബ്യൂണൽ ഉത്തരവ്. ഇത് നടപ്പായാൽ അടുത്ത മാസം 7 മുൻപ് യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസ് ക്ലിയറൻസ് ലഭിക്കും. നേരത്തെ ഹർജി പരിഗണിച്ച വേളയിൽ യോഗേഷ് ഗുപ്തയ്ക്കെതിരെ ഉന്നതതല അന്വേഷണം നടക്കുന്നുണ്ടെന്ന് സർക്കാർ ട്രൈബ്യൂണലിനെ അറിയിച്ചിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ്. യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായിരുന്ന സമയത്ത് സർക്കാർ അനുവാദമില്ലാതെ അന്വേഷണങ്ങൾ നടത്തി എന്നായിരുന്നു കണ്ടെത്തൽ. അധികാര ദുർവിനിയോഗം നടത്തിയോ എന്നും പരിശോധിക്കുന്നുണ്ടെന്നും സർക്കാർ ട്രൈബ്യൂണലിനെ അറിയിച്ചു. എന്നാൽ ഈ വാദങ്ങളെല്ലാം ട്രൈബ്യൂണൽ തള്ളി. എയിംസ് തൃശൂരിന് അർഹതപ്പെട്ടത് സർക്കാരിന്റെ വാശി നടപ്പാകില്ല, സുരേഷ് ഗോപി. എയിംസ് തൃശൂരിന് അർഹതപ്പെട്ടതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സംസ്ഥാന സർക്കാർ വാങ്ങിയിട്ട സ്ഥലത്ത് തന്നെ വേണമെന്ന വാശി നടപ്പാകില്ല. സംസ്ഥാനത്തിന് മുഴുവൻ ഗുണം ലഭിക്കണമെങ്കിൽ എയിംസ് തൃശൂരിൽ വരണം. 2015 മുതലുള്ള തന്റെ നിലപാട് ഇതാണെന്നും എയിംസ് ആലപ്പുഴയ്ക്കില്ലെങ്കിൽ തമിഴ്നാടിനെ താൻ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം മൂലമറ്റത്ത് പറഞ്ഞു. ശവങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരാണ് തൃശൂർ വോട്ട് വിവാദത്തിൽ തന്നെ കുറ്റം പറയുന്നതെന്നും സുരേഷ് ഗോപി ആരോപിച്ചു. എന്തെല്ലാം ആരോപണങ്ങളാണ് എനിക്കെതിരെ ഉണ്ടാക്കിയത്. 25 വർഷം മുൻപ് മരിച്ചവരെ കൊണ്ടുവരെ വോട്ട് ചെയ്യിപ്പിച്ചവരുണ്ട്. പൂരം കലക്കി, ഗോപി ആശാനെ കലക്കി, വോട്ട് കലക്കി എന്നൊക്കെ തന്നെ കുറ്റം പറഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം 2015 ഉന്നയിച്ച ആലപ്പുഴ എന്ന ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ അത് തൃശൂരിൽ പരിഗണിക്കും എന്നാണ് കേന്ദ്ര സഹമന്ത്രിയുടെ നിലപാട്. സംസ്ഥാന രാഷ്ട്രീയത്തിലും BJP നേതൃത്വത്തിലും എയിംസ് വിഷയം കത്തി നിൽക്കുന്നതിനിടെയാണ് നിലപാട് വ്യക്തമാക്കി സുരേഷ് ഗോപി വീണ്ടും രംഗത്തെത്തുന്നത്. കേന്ദ്ര സർക്കാർ തൃശൂരിനായി അനുവദിച്ച സെൻട്രൽ ഫോറൻസിക് സയൻസ് റിസർച്ച് ലാബിന്
സംസ്ഥാന സർക്കാർ എതിർക്കുന്നതിനെയാണ് തമിഴ്നാടിന് കൊടുക്കുമെന്ന് പറഞ്ഞത് എന്നാണ് വിശദീകരണം. CFSLനെ എയിംസുമായി കൂട്ടിയിണക്കിയെന്നും തൃശൂരിൽ പറ്റില്ലെന്ന നിലപാട് ദുഷ്ടലാക്കാണെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ഉചിതമായ സമയത്ത് ഉചിതമായിടത്ത് എയിംസ് വരും എന്നാണ് കേന്ദ്രമന്ത്രി JP നദ്ദ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. സുരേഷ് ഗോപിയുടെ സ്വതന്ത്ര പ്രസ്താവനകൾ നിയന്ത്രിക്കണമെന്ന ആവശ്യം സംസ്ഥാന നേതാക്കൾ കേന്ദ്രത്തെ അറിയിച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര സഹമന്ത്രിയുടെ പ്രതികരണം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.